what we are actually doing. Okay, we got the polycrystalline silicon from that is electronic grade silicon is actually polycrystalline silicon. Okay, therefore we need to convert it into സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ. അപ്പം അതിൻ്റെ കേസിൽ നമ്മൾക്ക് സൊക്രാസ്കി ഗ്രോത്ത് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ്, ഓക്കെ, അതിൻ്റെ അപ്പാരറ്റസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിനെ നമ്മൾ നോർമലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു വാട്ട് വി ആർ ആക്ച്വലി കോളിംഗ് ദിസ് ഫോർ ദിസ്. ഓക്കെ, ഒരു പുള്ളർ എന്നാണ് നമ്മൾ നോർമലായിട്ട് ഇതിനെ വിളിക്കുക. ഈ പുള്ളർ ടെക്നിക് അല്ലെങ്കിൽ പുള്ളർ അപ്പാരറ്റസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞാൽ ഫർണസ് ഈസ് ദർ. ഓക്കെ, ഫർണസ് ഈസ് ദർ, ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം ഈസ് ദർ, ആംബിയന്റ് കൺട്രോൾ ഈസ് ദർ, control system is there. Okay, these are the different parts of our Socratsky growth apparatus. Okay, അപ്പം ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ഇൻ ദിസ് പർട്ടിക്കുലർ ഫർണസ് വി ആർ ജസ്റ്റ് ടേക്കിംഗ് അവർ polycrystalline silicon. Okay, this polycrystalline silicon which is actually put it in furnace, and by using this ambient control is there. By this is actually ambient control in the sense it is we are just heating this polycrystalline silicon. This is actually polycrystalline silicon. This polycrystalline silicon which is actually heated up to its melting point, or and we are just heating to melt it. ഓക്കെ, മെൽറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അപ്പം പോളിക്രിസ്റ്റലൈൻ സിലിക്കണിനെ നമ്മൾ ആക്ച്വലി ഈ പ്രോസസ്സ് എല്ലാം എന്താണെന്ന് ഞാൻ പറഞ്ഞത് റീക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സാണ്. ഓക്കെ, വാട്ട് ഈസ് ആക്ച്വലി റീക്രിസ്റ്റലൈസേഷൻ ഹിയർ? വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ് മീൻസ് ദിസ് polycrystalline silicon into single crystalline silicon. Therefore, this recrystallization of silicon or our semiconductor which is actually happens here. Okay, and we are just heating this, and we are having crystal pulling mechanism is there. Crystal pulling mechanism. Okay, we are just placing a seed crystal. ഒരു seed crystal എന്ന് പറയുന്ന പ്യുവർ ഫോം ഓഫ് സിലിക്കൺ നമ്മൾ എന്ത് ചെയ്യുന്നു? സോളിഡ് ഫോമിലുള്ള പ്യുവർ ഫോം ഓഫ് സിലിക്കൺ ആണ് ഈ സീഡ് ക്രിസ്റ്റൽ എന്ന് പറയാം. അപ്പോൾ ഈ സീഡ് ക്രിസ്റ്റലിനെ നമുക്ക് പുള്ളി ചെയ്യാൻ ഉള്ള ഒരു മെക്കാനിസമാണ് നമ്മൾ ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്യുവർ ഫോം ഓഫ് സിലിക്കൺ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ പ്യുവർ ഫോം ഓഫ് സിലിക്കൺ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ. ഓക്കെ, അത് നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സിംഗിൾ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള എന്താണ് സീഡ് ക്രിസ്റ്റൽ നമ്മൾ എടുക്കുന്നു. സീഡ് ക്രിസ്റ്റൽ. ഓക്കെ, വി ആർ ജസ്റ്റ് ടേക്കിംഗ് സിംഗിൾ ക്രിസ്റ്റലൈൻ സീഡ് ക്രിസ്റ്റൽ, and by using this seed crystal, okay, സീഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ പ്യുവർ ഫോം ഓഫ് സിലിക്കൺ. അപ്പം നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സീഡ് ക്രിസ്റ്റലിലേക്ക് നമ്മളുടെ മെൽറ്റ് ചെയ്ത, അതായത് നമ്മൾ സീഡ് ക്രിസ്റ്റൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പോളിക്രിസ്റ്റലൈൻ സിലിക്കണിലേക്ക് ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് പുള്ളി ചെയ്യുന്നു, മുകളിലേക്ക് പുള്ളി ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഓക്കെ, ആക്ച്വലി നിങ്ങൾ ഓക്കെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓക്കെ നിങ്ങൾ നോർമലി നമ്മളൊരു ഓക്കെ യു ആർ ജസ്റ്റ് യൂസിങ് ഒരു പഴംപൊരി ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ മാവിനകത്ത് മുക്കിയിട്ടാണ് സംഭവിക്കുന്നത് അല്ലേ? മാവിനകത്ത് മുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിലേക്ക് നമ്മളുടെ മാവ് പഴത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ടച്ച് ആവും. അങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മളുടെ പഴത്തിൻ്റെ മുകളിൽ എന്താവുന്നു? എന്ത് ഗ്രോത്ത് ആവുന്നു? നമ്മളുടെ മാവ് ഗ്രോത്ത് ആയിട്ട് കവർ ആവുന്നു. അപ്പോൾ അതേ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇതിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുക. എന്താണ്? നമ്മളൊരു പ്യുവർ ഫോം ഓഫ് സിലിക്കൺ എടുക്കുന്നു. ആ പ്യുവർ ഫോം ഓഫ് സിലിക്കണിനെ നമ്മൾ സീഡ് ക്രിസ്റ്റൽ എന്ന് വിളിക്കുന്നു. ഈ സീഡ് ക്രിസ്റ്റൽ നമ്മൾ എവിടെ ഡിപ്പ് ചെയ്യുന്നു? നമ്മൾ പോളിക്രിസ്റ്റലൈൻ ആയിട്ടുള്ള നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ, ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്തിട്ട് അതിനെ മെൽറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് മെൽറ്റ് ചെയ്തിട്ടുള്ള സിലിക്കണാണ്. അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത സിലിക്കണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുള്ളിങ് മെക്കാനിസം, വി ആർ ജസ്റ്റ്
ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മളുടെ സീഡ് ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, അത് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരും. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ക്രൂ എങ്ങനെയാണ്, നമുക്ക് സ്ക്രൂ എങ്ങനെയാണ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിരിക്കും. പക്ഷേ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും, അത് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരും. അതേ പ്രോസസ്സാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, സീഡ് ക്രിസ്റ്റൽ ആദ്യം നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ഈ സീഡ് ക്രിസ്റ്റലിൽ നമ്മളുടെ മെൽറ്റായിട്ടുള്ള എന്ത് ചെയ്യും, നമ്മളുടെ പോളി ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സിലിക്കൺ എന്ത് ചെയ്യും, ടച്ച് ആവും. അപ്പം അങ്ങനെ എന്ത് സംഭവിക്കും, ഈ സീഡ് ക്രിസ്റ്റലിൽ എന്ത് ചെയ്യും, നമ്മളുടെ ഈ പോളി ക്രിസ്റ്റലൈൻ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ഗ്രോ ചെയ്യും. അപ്പം ഈ ഗ്രോത്ത് പ്രോസസ്സാണ് ആക്ച്വലി നമ്മളുടെ ഈ സൊക്കരാൽസ്കി ഗ്രോത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ആക്ച്വലി ദ കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് ക്ലിയർ ആയിട്ട് പോവാം. അപ്പോൾ നമ്മൾ എന്താണ് ഓരോ പാർട്സ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ വേണം. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ പ്യുവർ ഫോം ഓഫ് സിലിക്കണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു. ആ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ സൊക്കരാൽസ്കി ഗ്രോത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഓരോ അപ്പാരറ്റസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫർണസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫർണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മെറ്റീരിയൽ കൊണ്ട് ആണ് നമ്മൾ ഈ ഫർണസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഫ്യൂസ്ഡ് സിലിക്കൺ ക്രൂസിബിൾ, ഗ്രാഫൈറ്റ് സസെപ്റ്റർ, എ റൊട്ടേഷണൽ മെക്കാനിസം, ഹീറ്റിംഗ് എലമെൻറ്റ് ആൻഡ് പവർ സപ്ലൈ. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ നോർമലായിട്ട് എന്ത് പറയുക, ഒരു ഫർണസ് എന്ന് വിളിക്കുക. ഓക്കെ, നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് സിലിക്ക ക്രൂസിബിൾ. ഓക്കെ, സിലിക്ക ക്രൂസിബിൾ ആണ് ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സിലിക്ക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സിലിക്ക ക്രൂസിബിൾ. അപ്പോൾ ഈ സിലിക്ക ക്രൂസിബിൾ എന്ന് പറയുന്നത് ഏറ്റവും ഇന്നർ ലെയർ ഓഫ് അവർ ഫർണസ് ആണ്. അപ്പം സിലിക്ക യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫർണസിൻ്റെ ഏറ്റവും ഇന്നർ ലെയർ. അപ്പം ആ സിലിക്ക ക്രൂസിബിളിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ നമ്മൾ മെൽറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം സിലിക്ക ക്രൂസിബിൾ ഈസ് ദർ. പിന്നെ ഗ്രാഫൈറ്റ് സസെപ്റ്റർ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്. ഓക്കെ, അപ്പം ഇതിനെ കവർ ചെയ്തിട്ട് ഒരു ഗ്രാഫൈറ്റ് സസെപ്റ്റർ ഈസ് ദർ. ആൻഡ് റൊട്ടേഷൻ മെക്കാനിസം, ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മളുടെ നമ്മളുടെ സീഡ് ക്രിസ്റ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൊട്ടേഷൻ മെക്കാനിസം ഈസ് ദർ. അപ്പം അതിനെയാണ് എന്താണ് ഗ്രാഫൈറ്റ് സസെപ്റ്റർ എന്ന് വിളിക്കുക. അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ റൊട്ടേഷൻ മെക്കാനിസം ഈസ് ദർ. ദെൻ ഹീറ്റ് ചെയ്യിക്കാൻ നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കണിനെ നമ്മൾ ഹീറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മളുടെ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് വിച്ച് ഈസ് ആക്ച്വലി റിക്വയർഡ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് ചെയ്യിക്കണമെങ്കിൽ പവർ സപ്ലൈ വേണം. അപ്പം ഇത്രയും ചേർന്നിട്ടുള്ളതാണ് നമ്മളുടെ ഒരു സൊക്കരാൽസ്കി ഗ്രോത്ത് പ്രോസസ്സിൻ്റെ ഫർണസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് സിലിക്ക ക്രൂസിബിൾ, ഗ്രാഫൈറ്റ് സസെപ്റ്റർ, ദെൻ റൊട്ടേഷൻ മെക്കാനിസം ആൻഡ് ഓൾസോ ഹീറ്റിംഗ് എലമെൻറ്റ് ആൻഡ് പവർ സപ്ലൈ. ഓക്കെ, ദീസ് ആർ ദ എലമെൻറ്റ്സ് വിച്ച് ഈസ് റിക്വയർഡ്. അപ്പോൾ ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ് RF കോയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ബൈ യൂസിങ് RF കോയിൽ വി ആർ ജസ്റ്റ് ഹീറ്റിംഗ്. അപ്പോൾ നിങ്ങൾ ഹീറ്റർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, RF കോയിൽ യൂസ് ചെയ്തിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പം ഹീറ്റിംഗ് എലമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കണിനെ ഒരു മെൽറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മെൽറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ക്രൂസിബിളിലാണ്. ദിസ് ആക്ച്വലി ഈ സിലിക്ക ക്രൂസിബിൾ ഈസ് സിലിക്കണുമായിട്ട് എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിലിക്ക ക്രൂസിബിൾ തന്നെ ഇന്നർ ലെയർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് സിലിക്ക ക്രൂസിബിൾ ഈസ് നോട്ട് റിയാക്ട് വിത്ത് സിലിക്കൺ. ആൻഡ് ഇവിടെ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സിലിക്ക ക്രൂസിബിളിൻ്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഹൈ ആണ്.
അപ്പം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്നെസ്സും വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കത്തില്ല, നമ്മൾ നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഹീറ്റ് ചെയ്താലും എന്ത് അതിനെ അഫക്റ്റ് ചെയ്തില്ല, നമ്മളുടെ സിലിക്ക ക്രൂസിബിളിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ഈ റെഡ് കളറിൽ, ഓക്കെ, ഏകദേശം ഒരു റെഡ് കളറിൽ കാണുന്ന അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കാണുന്ന ഒരു സംഭവമാണ് നമ്മൾ നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ എന്ന് പറയും. അതിനെ കവർ അത് ഏതിൻ്റെ ഉള്ളിലാണുള്ളത്? സിലിക്ക ക്രൂസിബിൾ. സിലിക്ക ക്രൂസിബിൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് വോണ്ട് റിയാക്ട് വിത്ത് അവർ സിലിക്ക, ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ്നെസ് വളരെ കൂടുതലാണ്, മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സസെപ്റ്റർ എന്തിന് ആണ് യൂസ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ. ഒരു സിലിക്ക ക്രൂസിബിൾ മാത്രം പോരാ, നമുക്കതിനെ കവർ ചെയ്തിട്ട് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ആണ് നമ്മൾ ഒരു സസെപ്റ്റർ, ഗ്രാഫൈറ്റ് കൊണ്ടുള്ള ഒരു സസെപ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ഹൈലി പ്യുവർ ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ക്രിസ്റ്റൽ ഫ്രം ഇമ്പ്യൂരിറ്റീസ്. അപ്പം ഇതിന് നമ്മൾ ഗ്രാഫൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാകത്തില്ല, അതിൻ്റെ കണ്ടാമിനേഷൻ ഇമ്പ്യൂരിറ്റീസ് മൂലം ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്യുവർ ഗ്രാഫൈറ്റ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാവുന്ന പോലെ തന്നെ ഇതാണ് നമ്മളുടെ ഇന്റീരിയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. നമ്മളുടെ സീഡ് ക്രിസ്റ്റൽ ഈസ് ദർ, ക്രിസ്റ്റൽ സിംഗിൾ ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് ദർ, കോഡ്സ് ക്രോസിബിൾ ഈസ് ദർ, പിന്നെ നമുക്ക് ഹീറ്റ് ഷീൽഡ്, കാർബൺ ഹീറ്റർ. ഇപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കണ്ട, ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ സസെപ്റ്റർ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്ലേസ്ഡ് ഓൺ ദ പെഡസ്റ്റൽ ഹൂസ് ഷാഫ്റ്റ് ഈസ് കണക്റ്റഡ് ടു ദ മോട്ടർ ദാറ്റ് പ്രൊവൈഡ് റൊട്ടേഷൻ. അപ്പം ഗ്രാഫൈറ്റ് സസെപ്റ്ററിൽ എന്തുണ്ട്? ഒരു പെഡസ്റ്റൽ ഉണ്ട്. ഈ പെഡസ്റ്റലിൽ ഇതിന് എന്തുണ്ട്? ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വി ക്യാൻ ഹാവ് ദ സസെപ്റ്ററിൽ തന്നെ ഒരു പെഡസ്റ്റൽ ഈസ് ദർ. അതുപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. ബൈ യൂസിങ് ദ ഷാഫ്റ്റ് വി ആർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റിംഗ് ദിസ്. അപ്പം ഒരു സീഡ് ക്രിസ്റ്റൽ ഇങ്ങനെയാണുള്ളത്. ഈ സീഡ് ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ മെൽറ്റഡ് സിലിക്കണിലാണ് നമ്മൾ ഈ സീഡ് ക്രിസ്റ്റൽ ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ മുകളിൽ എന്ത് സംഭവിക്കും? സീഡ് ക്രിസ്റ്റലിൻ്റെ മുകളിൽ നമ്മളുടെ പ്യുവർ ഫോം ഓഫ് സിലിക്കൺ വിച്ച് വിൽ എന്താണ്? ഗ്രോ. അപ്പം ആ ഗ്രോത്ത് പ്രോസസ്സിനെയാണ് നമ്മൾ സിക്കറാസ്കി ഗ്രോത്ത് പ്രോസസ്സ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഫർണസിൻ്റെ കേസ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് എന്നെങ്ങനെയാണ്? നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം നിങ്ങളത് കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട. റേഡിയോ ഫ്രീക്വൻസി മെൽറ്റ് ചാർജ്, റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ് ഓർ റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് വിച്ച് ഈസ് ആക്ച്വലി പോസിബിൾ. അതുപോലെ തന്നെ ഇത് DC പവർ സപ്ലൈ വഴിയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. പവർ സപ്ലൈ യൂസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം എന്താണെന്ന് പറഞ്ഞു. ക്രിസ്റ്റലെ പുള്ള് ചെയ്യണം. അപ്പം കൺട്രോൾ ദ പുൾ റേറ്റ് ആൻഡ് ക്രിസ്റ്റൽ റൊട്ടേഷൻ സോ ഇറ്റ് ഹാസ് മിനിമം വൈബ്രേഷൻ ആൻഡ് ഗ്രേറ്റ് പ്രെസിഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? നമ്മൾ ഒരു ഫർണസിൻ്റെ ഉള്ളിൽ നമ്മളുടെ എന്ത് വെച്ചു? നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കണിനെ, അത് പോളി ക്രിസ്റ്റലൈൻ സിലിക്കണാണ്, അതിനെ മെൽറ്റ് ചെയ്തിട്ട് വെക്കുന്നു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഏറ്റവും പ്യുവർ ഫോം ഓഫ് സിലിക്കൺ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇവിടുന്ന് കിട്ടുന്നതല്ല, പ്യുവർ ഫോം ഓഫ് സീഡ് ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു? ഡിപ്പ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ മുകളിൽ നമ്മളുടെ പ്യുവർ ഫോം ഓഫ് സിലിക്കൺ എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. ആ ഗ്രോത്ത് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സൊക്രാസ്കി ഗ്രോത്ത് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ പുൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് പുള്ള് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് അതിൻ്റെ മുകളിൽ എന്താണ് ഗ്രോത്ത് ഉണ്ടാകും സീഡ് ക്രിസ്റ്റലിൻ്റെ മുകളിൽ. ഓക്കെ,
പുൾ റേറ്റിനെയും അതുപോലെ തന്നെ ക്രിസ്റ്റൽ റൊട്ടേഷൻ, എത്ര സമയം ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്രിസ്റ്റൽ റൊട്ടേഷനെയും അതുപോലെ തന്നെ പുൾ റേറ്റിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം എന്ന് പറയുന്ന മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ എന്താണ്, ഗ്രേറ്റ് പ്രെസിഷൻ ആണ് ഇതിനുള്ളത് ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസിന്. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ സീഡ് ക്രിസ്റ്റലും നമ്മളുടെ മെൽറ്റുമായിട്ട് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സീഡ് ക്രിസ്റ്റൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഡയഗ്രാം കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതാണ് നമ്മളുടെ സീഡ് ക്രിസ്റ്റൽ എന്ന് വിളിക്കുക. അപ്പോൾ ഈ സീഡ് ക്രിസ്റ്റലിൽ ഇതാണ് നമ്മളുടെ ക്രൂസിബിൾ സപ്പോർട്ട്. പിന്നെ ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം എന്ന് പറയുന്നത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ക്രിസ്റ്റലിനെ നമുക്ക് പുള്ളി ചെയ്ത് മുകളിലേക്ക് പുള്ളി ചെയ്യാം. ഇപ്പോൾ ഇത് നോക്കുക, ക്രിസ്റ്റൽ പുള്ളർ. അപ്പം ഇത് ജസ്റ്റ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ സീഡ് ക്രിസ്റ്റൽ മുകളിലേക്ക് വരികയും ഇതിൻ്റെ മുകളിൽ നമ്മളുടെ എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, നമുക്ക് എന്ത് പറയാൻ പറ്റുക, ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം എന്ന് പറയാം. പിന്നെ ആംബിയൻ കൺട്രോൾ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്താണ്, ഇനേർട്ട് ഗ്യാസ് സർഫേസ്, ഫ്ലോ കൺട്രോൾ ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം, ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മളുടെ ആംബിയൻ കൺട്രോൾ എന്ന് പറയാം. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് ചിലപ്പോൾ ഇനേർട്ട് ഗ്യാസ് സോഴ്സ് വേണ്ടി വരും, ഫ്ലോ കൺട്രോൾ വേണ്ടി വരും, അതുപോലെ തന്നെ എക്സോസ്റ്റ് സിസ്റ്റം വേണ്ടി വരും. അപ്പോൾ ഈ ഇത്രയും വലിയ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം ഇതിനെ കൺട്രോൾ ചെയ്യാൻ ആംബിയൻ്റ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യണം. അതിനെയാണ് ആംബിയൻ കൺട്രോൾ എന്ന് പറയാം. അടുത്തത് നമ്മളുടെ കൺട്രോൾ സിസ്റ്റം. ഇപ്പോൾ ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം, കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓവറോൾ കൺട്രോൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ, ക്രിസ്റ്റൽ ഡയമീറ്റർ, പുൾ റേറ്റ്, റൊട്ടേഷൻ, സ്പീഡ്, ഇപ്പോൾ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഓവറോൾ കൺട്രോൾ സിസ്റ്റം ഈ പർട്ടിക്കുലർ സൊക്രാസ്കി ഗ്രോത്ത് പ്രോസസ്സിൻ്റെ കേസിൽ ഉണ്ടാകും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഈ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് IR സെൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയാം. ഒരു വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ സൊക്രാസ്കി ഗ്രോത്ത് പ്രോസസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഫർണസ് ഉണ്ട്, ക്രിസ്റ്റൽ പുള്ളിങ് മെക്കാനിസം ഈസ് ദർ, ആംബിയൻ കൺട്രോൾ ഈസ് ദർ, കൺട്രോൾ സിസ്റ്റം ഈസ് ദർ. ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മളുടെ എന്തുള്ളത്, നമ്മളുടെ ഈ സൊക്രാസ്കി ഗ്രോത്ത് സിസ്റ്റം ഉള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ വി ക്യാൻ സി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ, നിങ്ങൾ ആ ഫ്ലോയിൽ തന്നെ പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ ആണ്, അതെന്ന് പറഞ്ഞാൽ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ ആക്കി മാറ്റണം. അപ്പം ഈ ഗ്രോത്ത് പ്രോസസ്സ് വഴി ആക്ച്വലി എന്താണ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സീഡ് ക്രിസ്റ്റൽ നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് അതിനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ സീഡ് ക്രിസ്റ്റലിൽ ഗ്രോത്ത് ആകുന്ന ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സിംഗിൾ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു റീക്രിസ്റ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും, ഒരു ക്രിസ്റ്റലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ നോക്കുക, പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്രൂസിബിൾ, സിലിക്കൺ ക്രൂസിബിളിൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിനെ മെൽറ്റ് ചെയ്യുന്നു. അപ്പം സീഡ് ക്രിസ്റ്റൽ പ്ലേസ്ഡ് ഓവർ ക്രൂസിബിൾ, സീഡ് ഈസ് ഡിപ്ഡ് ടു മെൽറ്റ്. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെൽറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ സീഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കണ്ട, നമ്മൾ ഒരു കോല് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ അതേ ഒരു പ്രോസസ്സാണ്. നമ്മളുടെ ഒരു സീഡ് ആയിട്ടുള്ള ഒരു ഏറ്റവും പ്യുവർ ഫോം ഓഫ് സിലിക്കൺ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോളി ക്രിസ്റ്റലൈൻ സിലിക്കണിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സം പാർട്ട് ഓഫ് സീഡ് ഈസ് മെൽറ്റ് ആൻഡ് സം ടച്ചസ് ലിക്വിഡ് സർഫേസ് ആൻഡ് പുൾ അപ്പ് സീഡ് ഫ്രീസ് സോൾട്ട് ലിക്വിഡ് ഇന്റർഫേസ് ഒക്കേഴ്സ് ആൻഡ് ക്രിസ്റ്റൽ, സിംഗിൾ ക്രിസ്റ്റൽ ഫോംഡ്. അപ്പോൾ ഈ നമ്മൾ ഈ മുകളിലേക്ക് ഗ്രോ ചെയ്യുന്ന ഈ സാധനത്തിനെയാണ് നമ്മളെന്ത് പറയുക, സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ ബോൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബോൾ സിലിക്കൺ നമുക്ക് അതിൻ്റെ നമ്മൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 300 മില്ലിമീറ്ററും അതുപോലെ തന്നെ 1 to 2 മീറ്റർ ലോങ്ങിലുള്ള നമുക്ക്
ഇതുണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാം. കാണുന്നുണ്ടോ നമുക്ക്? കാണാൻ പറ്റുന്നുണ്ട് സാർ, കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മളുടെ സൊക്രാസ്കി ഗ്രോത്ത് പ്രോസസ്സ്. അപ്പം ഇതിൻ്റെ കേസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് വി ക്യാൻ സി, ഐ തിങ്ക് ഇവിടെയാണ് നമ്മളുടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ. ഓക്കെ, ഇതാണ് ഗ്രാഫൈറ്റ് ക്രൂസിബിൾ എന്ന് പറയുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ എന്താകുന്നു? മെൽറ്റ് ആകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ സീഡ് ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു? ഈ മെൽറ്റിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഡിപ്പ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? ഡിപ്പ് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സീഡ് ക്രിസ്റ്റലിൽ ഗ്രോ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ ബോൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സിംഗിൾ ക്രിസ്റ്റലൈൻ സിലിക്കൺ എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന് ഏകദേശം എത്രയുണ്ട്? 300 മില്ലിമീറ്റർ ഡയമീറ്ററും ഏകദേശം 1 to 2 മീറ്റർ ലോങ്ങുമുള്ള ഒരു സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ ബോൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മളുടെ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കൺ. ഇതിനെ നമ്മൾ എന്താക്കുന്നത്? നമ്മൾ ഒരു സിംഗിൾ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ ബോൾ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. ഇത് ക്ലിയർ ആയോ സെബിൻ? സാർ ക്ലിയർ ആയി സാർ. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ അപ്പാരറ്റസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ആകെ ഉള്ളത് ഒന്നുമില്ല, നമ്മൾക്ക് കാണാവുന്ന പോലെ തന്നെ ഫർണസ് ഈസ് ദർ, ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം ഈസ് ദർ, ആംബിയൻറ്റ് കൺട്രോൾ ഈസ് ദർ ആൻഡ് കൺട്രോൾ സിസ്റ്റം ഈസ് ദർ. അപ്പം ഫർണസ് എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ക്രിസ്റ്റലിനെ പുള്ള് ചെയ്യിക്കാൻ, അതായത് നമ്മൾ സീഡ് ക്രിസ്റ്റൽ നമ്മൾ മുകളിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പുള്ള് ചെയ്യുന്നു, മുകളിലേക്ക് പുള്ളാകുന്നു. ആ പുള്ളിംഗ് മെക്കാനിസം ആണ് നമ്മൾ ക്രിസ്റ്റൽ പുള്ളിംഗ് മെക്കാനിസം എന്ന് പറയുക. അതുപോലെ തന്നെ ആംബിയൻ കൺട്രോൾ, അതായത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ എക്സോസ്റ്റ് സിസ്റ്റവും ഇനേർട്ട് ഗ്യാസിൻ്റെ എല്ലാം കൺട്രോളിന് വേണ്ടിയാണ് നമ്മൾ ആംബിയൻ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കൺട്രോൾ സിസ്റ്റം, ഓവറോൾ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ ഒരു കൺട്രോൾ സിസ്റ്റം അതൊരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് കൺട്രോൾ സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് വർക്കിംഗ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇഫ് യു വാണ്ട്, അപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിരിക്കും? പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആയിരിക്കും അല്ലേ? നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പി ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഈ പി ടൈപ്പ് ആയാലും എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് ആയാലും ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഏറ്റവും പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറാണ്. അപ്പം ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ എന്താക്കണം? പി ആക്കണം, അല്ലെങ്കിൽ എൻ ആക്കി മാറ്റണം. അപ്പം അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്യുന്ന പഴയ പ്രോസസ്സ് തന്നെ നിങ്ങൾക്കറിയാം. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ കേസിൽ നിങ്ങൾ ഇതേ പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ കേസിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഡോപ്പൻ്റ് ആഡ് ചെയ്യുന്നു. ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു മേക്ക് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം, അതേ പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോപ്പൻ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിനെ ഒന്നുകിൽ പി ടൈപ്പ് അല്ലെങ്കിൽ എൻ ടൈപ്പ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വി ക്യാൻ സി if you want to make p-type material, what you are actually adding means we are adding boron. Okay, and if you want n-type material, we are just adding phosphorus. Okay, to the melt. അപ്പം മെൽറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബോറോണോ അല്ലെങ്കിൽ ഫോസ്ഫറസോ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി വൈൽ മെൽറ്റിംഗ് ദി സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗ്രേഡ് സിലിക്കണിനെ നിങ്ങൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇമ്പ്യൂരിറ്റിയും കൂടി, ബോറോൺ അല്ലെങ്കിൽ ഒരു പി ടൈപ്പ് ആണ് നമുക്ക് ആക്കേണ്ടതെങ്കിൽ നമ്മൾ ബോറോൺ ആഡ് ചെയ്യുന്നു, എൻ ടൈപ്പ് ആണ് നമുക്ക് ആക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഫോസ്ഫറസ് ആഡ് ചെയ്യുന്നു.
അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ 2 പാരാമീറ്റർ നേരത്തെ കൺസിഡർ ചെയ്തു, പുൾ റേറ്റും അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റും. ഓക്കെ, വാട്ട് ഈസ് ആക്ച്വലി എ പുൾ റേറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പുൾ റേറ്റ് എങ്ങനെയാണ്, റേറ്റ് അറ്റ് വിച്ച് ഇത് സീഡ് റോഡ് ഈസ് പുൾഡ് അപ്വാർഡ് ആസ് സിലിക്കൺ ഫ്രീസ്ഡ് ഓൺ ഇറ്റ്. അപ്പം പുൾ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പുള്ള് ചെയ്യുന്നോ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സീഡ് ക്രിസ്റ്റൽ മുകളിലേക്ക് എന്താകുന്നു, പുള്ളാകുന്നു. അപ്പം അങ്ങനെ പുള്ളാകുമ്പോൾ എത്രത്തോളം എന്താണ് സിലിക്കൺ അതിൻ്റെ മുകളിൽ ഗ്രോത്ത് ആകുന്നു എന്ന് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ പുൾ റേറ്റ് എന്ന് പറയുക. അത് എമൗണ്ട് ഓഫ് സിലിക്കൺ വിച്ച് ഈസ് ആക്ച്വലി സോൾഡിഫൈഡ് ഓൺ ദ സീഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ പുൾ റേറ്റ്. അപ്പം എത്രത്തോളം സിലിക്കൺ അതിന് മുകളിൽ സോളിഡിഫൈ ആകുന്നു, ഓക്കെ, ഒരു സീഡ് ക്രിസ്റ്റലിൻ്റെ മുകളിൽ എത്രത്തോളം സിലിക്കൺ വിച്ച് ഈസ് ആക്ച്വലി സോൾഡിഫൈഡ്, ദാറ്റ് ഈസ് ആക്ച്വലി നോൺ ആസ് പുൾ റേറ്റ്. ഓക്കെ, അപ്പം പുൾ റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ്, അപ്പം ഓരോ ഈസ് ദ ആക്ച്വലി ഇൻസ്റ്റൻറ്റേനിയസ് സോളിഡിഫിക്കേഷൻ റേറ്റ്. അപ്പം പുൾ റേറ്റും ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എത്ര എമൗണ്ട് ഓഫ് സിലിക്കൺ സോൾഡിഫൈ ആകുന്നത് എന്നുള്ളതാണ് നമ്മളുടെ പുൾ റേറ്റ് പറയാം. ഓക്കെ, അതായത് നമ്മൾ പുള്ളി ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഓരോ പുള്ളി ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രത്തോളം സിലിക്കൺ നമുക്ക് അതിൻ്റെ മുകളിൽ കോട്ടാകുന്നുണ്ട് അല്ലെങ്കിൽ സോളിഡിഫൈ ആകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ എന്ത് പറയുക, പുൾ റേറ്റ് എന്ന് പറയുക. അപ്പോൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഓരോ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് വാട്ട് ഈസ് ആക്ച്വലി ദ സോളിഡിഫിക്കേഷൻ റേറ്റ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടില്ല, നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം നമുക്ക് ഗ്രോത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഗ്രോത്ത് റേറ്റ് കൊണ്ട് പറയുക. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ദീസ് 2 ഡിഫറൻസ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൈൽ വി ആർ കൺസിഡറിങ് ദ സൊക്രാസ്കി ഗ്രോത്ത് പ്രോസസ്. ഓക്കെ, അപ്പം ഇതിന് ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, ഇത് ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോ, പ്രോബ്ലംസും എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം വി ജി പുൾ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KS ഡിവൈഡഡ് ബൈ ഡെൽ HFUS ഇൻറ്റു റോ എസ് ഇൻറ്റു 2/3 AB 5/3. അപ്പം A എന്ന് പറഞ്ഞാൽ എന്താണ്, B എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചു വെക്കുക.